ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹോണ്ടന്റെ BRV 7 സീറ്റ് ഡീസൽ വാഹനം കൊണ്ടാണ്. അതും സിംഗിൾ ഓണർഷിപ്പിൽ, സീറോ ക്ലെയിം, ഒരു രൂപന്റെ ക്ലെയിം ഈ വാഹനത്തിന് എടുത്തിട്ടില്ല. അതുപോലെ 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 98,000 ഇപ്പോൾ കഴിഞ്ഞ മാസം സർവീസിന് 1,00,000 സർവീസ് കൊടുത്തിട്ടുണ്ട്. ആദ്യം പറയാനുള്ളത്, ഞാൻ എല്ലാ വീഡിയോയിലും സലാം പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ചിലവർക്ക് അത് ഇഷ്ടമായി എന്ന് വിചാരിക്കൂല. എന്റെ ശൈലി അങ്ങനെ ആയതുകൊണ്ട്, കുറെ കാലം പ്രവാസി ആയതുകൊണ്ട് അപ്പൊ അത് മാറ്റാൻ പറ്റൂല. അതുകൊണ്ടൊന്നും വിചാരിക്കരുത്. അത് കേൾക്കുന്നവർ, നല്ല മനസ്സുള്ളവർ സലാം അടക്കുക, അല്ലാത്തവർ അവരവരുടെ ഇഷ്ടത്തിൽ ചെയ്യാം. അപ്പൊ ഇന്ന് പറയാനുള്ളത്, ഹോണ്ടന്റെ BRV പറഞ്ഞാല് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന 7 സീറ്റിൽ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. ഹൈബ്രിഡ് അല്ല, സാധനം. എർട്ടിഗയ്ക്ക് പോകുമ്പോൾ ഹൈബ്രിഡിൽ മെയിൻ്റെനൻസും പ്രശ്നങ്ങളും അവർ കുറെ ആൾക്കാർ പറയുന്നതാണ്. ഇത് ഹൈബ്രിഡ് ഒന്നല്ല, സാധാ എഞ്ചിനാണ്. നല്ല മൈലേജ് ആണ്. എനിക്ക് വരുന്ന കോളില് 7 സീറ്റിൽ മൈലേജ് കിട്ടുന്ന വണ്ടി ഉണ്ടോ എന്ന് കുറെ ആൾക്കാർ വിളിക്കലുണ്ട്. ഈ ഒരു വാഹനം ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. ഹോണ്ടന്റെ BRV ആദ്യമായിട്ട് എടുക്കുന്നത്. WRV, ഹോണ്ട ജാസ്, ഹോണ്ട അമേസ്, ഹോണ്ട സിറ്റി ഒക്കെ ഇഷ്ടമായി എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ വാഹനം ആദ്യമായിട്ടാണ്. എനിക്ക് ഓടിച്ചപ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടും തോന്നി. ഇനി ഈ വാഹനം പർച്ചേസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് വേണം ഇത് കാണാൻ. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഈ വാഹനം നോക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അവർക്കൊരു ഉപകാരപ്പെടും. അതുകൊണ്ടാണ് പറയാൻ കാരണം. ആ കിടക്കുന്ന ഒരു മുതലതാ, അത് വിൽപ്പനക്കുള്ളതല്ല കേട്ടോ. അത് മൊബൈലിയോ എന്ന് പറഞ്ഞൊരു വാഹനമാണ്. ഇതിന് മുമ്പ് ഇറങ്ങിയ മോഡൽ. അത് ഡീസലാണ് വരുന്നത്. ഡീസലും പെട്രോളും വരുന്നുണ്ട്. അത് കണ്ടിട്ട് ആരും വിളിക്കരുത്. അത് കൊടുക്കാനുള്ളതല്ല, യാദൃശ്ചികമായിട്ട് കണ്ടപ്പോ കാണിച്ചു തന്നതാണ്. അപ്പോൾ ആ ഒരു വണ്ടി സ്റ്റോപ്പ് ചെയ്തതിന്റെ ശേഷം ഇറക്കിയൊരു വാഹനമാണ് ഈ BRV എന്നുള്ളൊരു വാഹനം. BRV ഇതിലേക്ക് മാറിയപ്പോൾ അത്യാവശ്യം ഹൈറ്റ് കൂടി, വീൽ ബേസ് ഒക്കെ അത്യാവശ്യം സൈസ് വ്യത്യാസം വന്നു. ഇത് ഏകദേശം 16 സൈസ് വീൽ ബേസ് ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ ആണ്. VX ആയതുകൊണ്ട് അടിപൊളി ഒരു ഡയമണ്ട് കട്ട് അലൈവിൽ വരും. പിന്നെ അത്യാവശ്യം അതിനതേ ആ ഉദ്ദേശിച്ചത് ആ സ്പേസ് ഇതിന് കൊടുത്തിട്ടുണ്ട് കമ്പനി. ഏകദേശം സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം സെയിം ആണ്. ഫ്രണ്ടും ബാക്കും ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഉള്ളിലും കുറെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇത് 7 സീറ്റിലേക്ക് മാറുമ്പോഴേ കൂടുതൽ ആൾക്കാർ ഞാൻ പറഞ്ഞു ചോദിക്കുമ്പോൾ അവർക്ക് മൈലേജ് വേണം. ഇപ്പൊ ഇന്നോവയായിട്ട് കമ്പയർ ചെയ്യാൻ ഈ വാഹനം പറ്റില്ല. കാരണം ഇന്നോവ വേറെ ലെവലാണ്. ഇന്നോവ ക്രിസ്റ്റ അതൊക്കെ വേറെ ലെവലാണ്. അപ്പൊ അതിന് താന്നിട്ട് കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു 7 സീറ്റ് ചെറിയൊരു ഫാമിലിക്ക് കൊണ്ട് നടക്കാൻ, അത്യാവശ്യം നല്ല മൈലേജ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഒരു വാഹനമാണ്. മെയിൻ്റെനൻസ് വളരെ അധികം കുറവാണ് ഈ വാഹനത്തിന്. ഇതിന് ഡീസൽ എഞ്ചിന് ലൈഫ് ടൈം വാറന്റിയാണ്. അതായത് ഇതിന് ഡീസൽ എഞ്ചിന് മേജർ സർവീസ് എന്ന് പറഞ്ഞ സംഭവം ഈ സാധനത്തിനില്ല. ഇതിന് ടൈം ചെയിൻ വരുന്നത് ലൈഫ് ടൈം ആണ്. ഏത് സമയത്തും മാറേണ്ട ആവശ്യമില്ല. എന്ത് കംപ്ലൈന്റ് വരുന്നുണ്ടെങ്കിൽ മാത്രമേ മാറേണ്ട ആവശ്യമുള്ളൂ. അത് 1,00,000 അങ്ങനെ കംപ്ലൈന്റ് വരില്ല. 2 ലക്ഷം 3 ലക്ഷം ഒക്കെ ഓടുന്ന വണ്ടികളുണ്ട്. അത്യാവശ്യം ഒരു 22-23 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണിത്. അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇത് എർട്ടിഗനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, എർട്ടിഗയ്ക്ക് പൊതുവെ എല്ലാവരും പറയുന്ന ഒരു പ്രശ്നം എന്താ, തേർഡ് റൂം തീരെ സൗകര്യം ഇല്ലെന്നാണ്. ഇതിൽ തേർഡ് റൂമും സെക്കൻഡ് റൂമും അത്യാവശ്യം നല്ല സൗകര്യം വരുന്നുണ്ട്. ഇതിന്റെ പുറകുവശത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്യൂട്ടായിട്ടാണ് വാഹനം നിൽക്കുന്നത്. നല്ലൊരു അടിപൊളി ടൈം ലൈറ്റിന്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. VX ID ടെക് എഞ്ചിന്റെ ടാഗ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫാൻസി നമ്പറാണ്. 4646 KL 9 പാലക്കാട് രജിസ്ട്രേഷൻ. BRV, ഹോണ്ടന്റെ BRV. അപ്പോൾ മൊബൈലിയാനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഭംഗിയാക്കിയിട്ടുണ്ട് ഇതിന്റെ ബാക്ക് ഭാഗം. റിവേഴ്സ് സെൻസർ കൊടുത്തിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കമ്പനി കൊടുത്തത് തന്നെയാണ്, ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട്. സ്റ്റെപ്പിനി ടയർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. 4 ടയർ, ഏകദേശം 80% ടയറും വരുന്നു. അപ്പോൾ ഈ വാഹനത്തിന് ഇൻസൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് ക്ലൈമറ്റ് കൺട്രോൾ, AC, ആൻഡ്രോയിഡ് സ്റ്റീരിയോ, 2 എയർ ബാഗ്, സ്റ്റാറിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടാങ്ക് ഡീസലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒരു ഡോക്ടർ യൂസർ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ്. ഫുൾ ടാങ്ക് ഡീസലാണ് എപ്പോഴും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്ന ഒരു വണ്ടിയാണ്. ലെതർ സീറ്റ്, അടിപൊളി ഒരു ലെതർ സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഗിയർ ബോക്സ് വരുന്നത് 7 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അത്യാവശ്യം നല്ല മൈലേജും ഉണ്ടാവും. ഓടിക്കാൻ നല്ല കംഫർട്ടബിൾ ആണ്. അതുപോലെ സീറ്റ് അഡ്ജസ്റ്റബിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സീറ്റ് താത്താനും പൊന്തിക്കാനൊക്കെ പറ്റുന്നതാണ്. പിന്നെ അത്യാവശ്യം നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തൊരു വാഹനമാണ്. അപ്പൊ ഈ രൂപത്തിലുള്ള 7 സീറ്റ് നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം നോക്കുന്നവരാണെങ്കിൽ ധൈര്യത്തിൽ എന്റെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എന്റെ പേജ് ആദ്യമായിട്ട് കാണുന്നതിന് ഫോളോ ചെയ്യുക. അപ്പൊ ഈ വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 8,25,000 രൂപയാണ്. ചെറിയ രൂപത്തിൽ നെഗോഷ്യബിൾ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.